ഹലോ ഗൈസ്, ഈ വീഡിയോ ഇടാൻ കുറച്ച് ലൈറ്റായി പോയിട്ടോ. ഇത് അത്തത്തിൻ്റെ അന്ന് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യം തന്നെ പൂക്കളിടാനായിട്ട് നമുക്ക് ചാണകം മെഴുകണം. എനിക്ക് ചാണകം മെഴുകുന്നത് അമ്മയാണ് കേട്ടോ. എൻ്റെ കളം പാർട്ട്ണർ എൻ്റെ ബ്രദർ തന്നെയാണ് കേട്ടോ. അവനാണ് കളത്തിൻ്റെ ഡിസൈനൊക്കെ സെലക്ട് ആക്കുകയും വരയ്ക്കുകയും ചെയ്യാം. കളം വരയ്ക്കാൻ ഞങ്ങൾ അമ്മ പുട്ട് ചുടാൻ എടുത്ത് വെച്ച റവ കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഡിസൈനൊക്കെ വരയ്ക്കുക. റവപ്പൊടി കൊണ്ട് എല്ലാം വരച്ച് സെറ്റാക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ പൂക്കളിടാൻ തുടങ്ങുകയുള്ളൂ കേട്ടോ. പൂക്കളത്തിന് ഇടാനായിട്ട് ചെട്ടിപ്പൂവ് 2 ടൈപ്പ് ഉണ്ടായിരുന്നു, ഒരു ഓറഞ്ചും മഞ്ഞയും, പിന്നെ മൂക്കുറ്റിപ്പൂവ്, ചെമ്പരത്തിപ്പൂവ്, പിന്നെ നമ്മുടെ വാടാമല്ലി, പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്ന പൂവൊക്കെ കൂടി അരിഞ്ഞ് സെറ്റാക്കിയിട്ടാണ് പൂക്കളം ഇടാൻ ഞങ്ങൾ തയ്യാറായത്. ഞങ്ങൾ പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പൂക്കളൊക്കെ അരിയുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ വലിയച്ഛൻ ഉണ്ടായിരുന്നു കേട്ടോ. ആളൊരു മദ്രാസുകാരനാണ്. ആളവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ പൂക്കളൊക്കെ ഇതാക്കിയിരുന്നത്. ഇനി ഞങ്ങളുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ റിസൾട്ട് കാണാം. അപാകതകളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ മുറ്റത്തിന് കയറ്റിറക്കുന്നുണ്ട്, അതിൻ്റെ ഇഷ്യൂസ് കൂടിയുണ്ട്. പിന്നെ ഞങ്ങളുടെയും കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി കുറച്ച് അത്തത്തിൻ്റെ ഐതിഹ്യങ്ങൾ എനിക്കറിയാവുന്നത് ഞാൻ നെറ്റിലൊക്കെ അടിച്ചു നോക്കി കണ്ടുപിടിച്ചത് പറയാം. അത്തം മുതൽ പൂക്കളമിടുന്നത് തൃക്കാക്കരയപ്പനെ സ്വീകരിക്കുന്നതിനാണ് എന്നാണ് ഐതിഹ്യം. തൃക്കാക്കരയിൽ പൂജിക്കാൻ സാധിക്കാത്തവർക്ക് അവരുടെ വീടുകളിൽ പൂക്കളം ഒരുക്കി തൃക്കാക്കരയപ്പനെ ആരാധിക്കാനുള്ള അനുമതി ലഭിച്ചുവെന്നും മാവേലിയെ വരവേൽക്കുന്നതിനായുള്ള ഒരു ഒരുക്കമാണ് ഇതെന്നും പറയപ്പെടുന്നു. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ ചക്രവർത്തിയായിരുന്നു മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയതും. തൻ്റെ പ്രജകളെ കാണാൻ വർഷത്തിൽ ഒരു ദിവസം ഭൂമിയിലേക്ക് എഴുന്നള്ളാൻ ചക്രവർത്തിക്ക് വാമനൻ അനുമതി നൽകിയെന്നും അതിൻ പ്രകാരം ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ എഴുന്നള്ളുന്ന മാവേലിയെ സ്വീകരിക്കാനാണ് പൂക്കളം ഒരുക്കുന്നതെന്നും കരുതപ്പെടുന്നു. അതാണ് തൃക്കാക്കരപ്പനൊക്കെ വെക്കുന്നതിനുള്ള ഐതിഹ്യം. ഞങ്ങൾ തൃക്കാക്കരപ്പനൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അതാണ് ഐതിഹ്യം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്താൻ കേട്ടോ. ടാറ്റ, ബൈ ബൈ.